മനുഷ്യന്റെ ആത്മാഭിമാനത്തിന് മേൽ അവസാനത്തെ ആണിയും തറച്ചു കയറ്റിട്ടിപ്പം സത്യമെന്തോ ആയിക്കോട്ടെ, എനിക്കത് കേൾക്കണ്ട. ഒന്നോർത്തൊക്കെ ഉരീ, അടുത്ത ദിവസങ്ങളിൽ നിങ്ങളുടെ ഡിവോഴ്സ് പെറ്റീഷനിൽ കോടതി വാദം കേൾക്കാനിരിക്കുകയാണ്. ബന്ധം വേർപെടുത്താൻ നീയും ഹരിയും സമ്മതപത്രത്തിൽ ഒപ്പിട്ട് നൽകിയ കേസാത്. ഏത് കോടതി എന്ത് വിധിച്ചാലും ശരി, ഞാൻ ഇനി ഹരിയെ വിട്ട് ജീവിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ എന്റെ പെറ്റീഷൻ പിൻവലിച്ചോളാം. എന്റെ തെറ്റുകൾ പൊറുക്കാൻ ഹരിക്ക് കഴിയും. ഹരി എനിക്ക് മാപ്പ് തരും. എനിക്ക് മനസ്സിലാവുന്നുണ്ട് ആ മനസ്സ്. ഇപ്പോഴും അഴിച്ചു മാറ്റാതെ ഞാൻ എന്റെ കടത്തി കൊണ്ട് നടക്കുന്ന ഈ താലിയുടെ അവകാശം മാത്രം മതി അച്ഛ. എനിക്ക് ഹരിയേട്ടന്റെ കാൽക്കൽ വീഴാൻ. അച്ഛൻ എന്നോട് ക്ഷമിക്കണം എല്ലാത്തിനും. വേണുവേട്ടാ, ഞാൻ ഇന്നലെ ഗോപുമോളെ സ്വപ്നം കണ്ടു. മോള് നമ്മളെ വിളിച്ച് കരയുക. പാവം, എത്ര നാളായി അവളെ ഒന്ന് കണ്ടിട്ട്. നമുക്കൊന്ന് പോയാലോ വേണുവേട്ടാ? ഞാൻ സിദ്ധുവേട്ടനെ വിളിക്കാം. ഏട്ടൻ റെഡിയായിരിക്കും. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ വേണുവേട്ടനോട്, ഡോക്ടർ വിളിച്ചിരുന്നു. മോളെയും കൊണ്ട് ഇങ്ങോട്ട് വരാൻ ഡോക്ടർ റെഡിയാ. പക്ഷേ ഞാനാ പറഞ്ഞത് അത് വേണ്ടാന്ന്. ഡോക്ടർ ഇവിടെ വന്നാലത്തെ സ്ഥിതി വേണുവേട്ടന് അറിയാലോ. പിന്നെ അത് മതി അച്ഛനൊരു ബഹളം ഉണ്ടാക്കാനായിട്ട്. എന്തിനാ വെറുതെ നമ്മളെ സ്നേഹിക്കുന്ന ആ പാവൻ ഡോക്ടറെ നമ്മളായിട്ട് വിളിച്ചു വരുത്തി അപമാനിച്ചയക്കണേ? നമുക്ക് ഡോക്ടർ വീട്ടിലേക്ക് പോവാം, അതാ നല്ലത്. മോക്കിപ്പോ വേറെ കുഴപ്പമൊന്നുമില്ലെങ്കിൽ തിരികെ വരുമ്പോ അവളെയും കൂട്ടാം. എന്തേ വേണുവേട്ടാ? ഞാൻ സിദ്ധുവേട്ടനെ വിളിക്കാം. എത്രയും വേഗം വരാൻ പറയാം. ഹലോ, സുഖാണോ? എനിക്ക് എപ്പോഴും വേണുവിന്റെ അടുത്ത് വന്നിരിക്കണമെന്നുണ്ട്. എന്ത് ചെയ്യാ, അവള് ആ അംബികയൊന്ന് മാറത്തുന്നെങ്കിലല്ലേ. വാ, അമ്മ വന്നിട്ടുണ്ട്. കാണണ്ടേ വേണുവിന്? അതാ ഞാൻ പറഞ്ഞത്. ഇനിയിപ്പൊ നാട്ടുകാരെ വിളിച്ചു കൂട്ടും, സദ്യ വിളമ്പ് ഒന്നും വേണ്ടാന്ന്. അല്ല, ഈ നാട്ടുകാരെന്ന് പറഞ്ഞ തെണ്ടികൾക്ക് സദ്യ വിളമ്പിട്ട് ഇപ്പൊ എന്തിനാണ്? മൂക്കുമുട്ട തിന്നിട്ട് കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കാനോ? കാശ് മുടക്കാനുള്ള മടിയാണെങ്കിൽ ഏട്ടൻ അതോർത്ത് ബുദ്ധിമുട്ടണ്ട. എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു. അത് പിന്നെ എനിക്കറിയത്തില്ലയോ. പക്ഷെ എന്നാലും വേണ്ട, നമുക്ക് രജിസ്റ്റർ ഓഫീസിൽ വെച്ച് കാര്യം അങ്ങ് നടത്താം. അങ്ങനെയാവുമ്പോ താലികെട്ടലും മാലയിടിയിലും ഒന്നും വേണ്ടല്ലോ. വേണുവിന് അതൊരാശ്വാസവും ആവും. ഇപ്പൊ കൈ അനങ്ങി തുടങ്ങിയ സ്ഥിതിക്ക് ഒരു ഒപ്പിട്ടാ മതി. ഇല്ലെങ്കിൽ മഷി മുക്കി അടയാളം വെച്ചാ മതി. കല്യാണം കഴിഞ്ഞു. അല്ലയോടാ വേണു? അതല്ലയോടാ നല്ലത്? അതാ നല്ലത്. ഗീതുവാണെങ്കിൽ പ്രഗ്നന്റ്, വേണുതാ ഇങ്ങനെ. വേണു കേട്ടോ, നമ്മുടെ കല്യാണക്കാരെയോ അമ്മയും അങ്ങളും ചേർന്ന് തീരുമാനിക്കുന്നത്.
എന്റെ വേണുവിനെ ഇനി ആർക്കും വിട്ടുകൊടുക്കില്ല. എന്തൊന്നാടി ഒരു രഹസ്യം? എനിക്ക് എന്റെ വേണുവിനോട് രഹസ്യം പറഞ്ഞൂടെ? ഓ നിന്നോട് ആരാ പറഞ്ഞു വേണുവിനെ ഇവിടേക്ക് കൊണ്ടുവരാൻ? എന്റെ അമ്മയ്ക്ക് വേണുവിനെ കാണണമെന്ന് പറഞ്ഞു, കൊണ്ടുവന്നു. അതിനിപ്പോ എന്താ? കൊണ്ടു നടന്ന് കാണിച്ച് ആസ്വദിക്കാൻ മണ്ണിലോ മെഴുകിലോ ഉണ്ടാക്കിയ പ്രതിമയല്ലിത്. ജീവനുള്ള മനുഷ്യനാ. അത് മറന്നു പോകരുതാരും. അങ്ങോട്ട് മാറി നിക്കടി. നിക്കടി. ആജ്ഞയും അധികാരം കൽപ്പിക്കാൻ നീ ആരാടി? ഇതെന്റെ കുടുംബമാ. ഈ ഇരിക്കുന്നത് എന്റെ മകനും. ഈ രണ്ട് കാര്യത്തിലും നിന്നെ പോലുള്ള ഒരുത്തിയുടെ ഭരണം കൂടെ വേണ്ട. ഈ വീട് അച്ഛന്റെ ആവാം, ഈ ഇരിക്കുന്നത് അച്ഛന്റെ മകനും ആയിരിക്കാം. പക്ഷേ ഇതെന്റെ ഭർത്താവാ. വേണുവേട്ടന്റെ കാര്യത്തിലെ തീരുമാനം ഞാൻ എടുത്തോളാം. എടീ, ഏട്ടന്റെ നേരെ നിന്ന് നാ വാട്ടുന്നോ നീ? അത്രയ്ക്കായോടി നീ? ദേ അപ്പച്ചി, ഞാൻ നിങ്ങളോടൊന്നും പറഞ്ഞില്ല. പിന്നെ ഈ എടി പോടി എന്നുള്ള വിളിയൊക്കെ താ നിൽക്കുന്നു. ഇവളെ വിളിച്ചാ മതി, എന്നോട് വേണ്ട. അയ്യോ, നിന്നെ തമ്പുരാട്ടിന്ന് വിളിക്കാം. അത്രയ്ക്കൊന്നും വേണ്ട ഗീതു, എന്റെ പേര് വിളിച്ചാ മതി. ഏട്ടൻ ഇത് കേൾക്കുന്നില്ല ഇവളുടെ അഹങ്കാരം. വേണുമോനൊരു അബദ്ധം പറ്റി ഒരു താലിച്ചരട് കെട്ടിയെന്നും പറഞ്ഞ് നമ്മളെയൊക്കെ ഭരിക്കാനും മാത്രം ഇവളായോ ഏട്ടാ? പിന്നെ ഭരണം അതൊക്കെ ഈ പടിക്ക് പുറത്ത്. എന്റെ മോനെ നോക്കാൻ ഒരു ഹോം നേഴ്സ് അത്രേ കരുതിയിട്ടുള്ള അമ്പിയെ നിന്നെ. അല്ലാതെ വേണുവിന്റെ ഭാര്യ പദവിയുടെ അഹങ്കാരം ഒന്നും നീ എടുക്കണ്ട. മനസ്സിലായോ നിനക്ക്? വേണ്ടച്ച, ഒരവകാശവും അധികാരവും എനിക്ക് നിങ്ങൾ തരണ്ട. ഈ മനുഷ്യന്റെ ഭാര്യയായി ഇവിടെ എവിടെയെങ്കിലും ഒരു മൂലയിൽ ഞാൻ കഴിഞ്ഞോളാം. അതിനുള്ള അവകാശം മാത്രം മതി എനിക്ക്. നീ നീ ഇത്രയ്ക്ക് അങ്ങോട്ട് താഴല്ലേ? നിന്റെ മൂക്ക് നിലത്ത് മുട്ടും. കുറച്ചു മുമ്പ് എന്തൊരു ചാട്ടമായിരുന്നു നിന്റെ നാവിന്. ഇപ്പൊ കണ്ടില്ലേ, അങ്കിളിന്റെ മുമ്പിൽ എന്തൊരു പാവം. ബഹുമാനവും വിനയം കൊണ്ടവളുടെ മൂക്ക് നിലത്ത് മുട്ടുക. ബഹുമാനമൊക്കെ ഉണ്ട് ഗീതു. ഈ നിൽക്കുന്നതേ എന്റെ ഭർത്താവിന്റെ അച്ഛനാ. ഇങ്ങനെ എന്ത് പറഞ്ഞാലും കേട്ടു നിൽക്കും ഞാൻ. എന്നെ വെച്ച് നീ എന്റെ തലയിൽ കയറാന്ന് തെറ്റിദ്ധരിക്കണ്ട. ഇനി കയ്യും കെട്ടി നിൽക്കില്ല ഞാൻ. നീ എന്ത് ചെയ്യും? എന്റെ മോളെ തല്ലൂ? എങ്കിൽ കാണട്ടെ, തല്ലടി നീ. വേണ്ടപ്പച്ചി, നിർബന്ധിച്ച് അതിപ്പോ എന്നെ കൊണ്ട് ചെയ്യിക്കണ്ട. അതിനുള്ള സമയമാവുമ്പോ അപ്പച്ചിയുടെ മോള് തന്നെ ഒരു കാരണം ഉണ്ടാക്കി എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചോളും. ഞാനത് അപ്പ കൊടുത്തോളാം. വേണ്ട, ഏട്ടൻ ഇത് കാണുന്നില്ലേ? കണ്ടട നിറങ്ങി നടന്ന് ഇവളുടെയൊക്കെ വായിലിരിക്കുന്നത് കേട്ടു. ഇനി ഇവളുടെ തല്ല് ഞാനും എന്റെ മോളും കൊള്ളണോ ഏട്ടാ? അമ്പിയെ, കുറെ ഞാൻ ക്ഷമിച്ചു. വലിഞ്ഞു കയറി വന്ന് തിന്നു മുടിപ്പിക്കുന്നതും പോരാഞ്ഞ് കുടുംബത്തിൽ പറഞ്ഞവരെ അപമാനിക്കുകയും ചെയ്താലുണ്ടല്ലോ, ഇന്നത്തോടെ നിർത്തും നിന്റെ ഇവിടുത്തെ പൊറുതി. അതിന് ഒരാളും ചോദിക്കാനും പറയാനും വരില്ല. അല്ലെങ്കിൽ തന്നെ ചോദിക്കാനും പറയാനും ആരാ ഇവക്കുള്ളത്? ഇവിടുത്തെ സാവിത്രി ചേച്ചിയെ മണിയടിച്ച് വീഴ്ത്തിയന്റെ തന്റെടം ആയിരിക്കും. അല്ലാതെന്താ? അപ്പച്ചിക്ക് തെറ്റി. എന്റെ കഴുത്തിൽ താലി കെട്ടിയ പുരുഷൻ ദാ ഈ അവസ്ഥയിലാണെങ്കിലും ജീവനോടെ ഇരിക്കുന്ന കാലം വരെ എനിക്ക് മറ്റാരുടെ സംരക്ഷണം വേണ്ട. നീ കാത്തിരുന്നോ? ഇപ്പൊ നീ അനുഭവിക്കുന്ന ഒന്നും അധികകാലം നിനക്കുണ്ടാവില്ല. സാരില്ല അപ്പച്ചി, എന്റെ ഭാഗ്യങ്ങൾക്ക് ഈശ്വരൻ അത്രേ ആയുസ് തന്നുള്ളൂ എന്ന് കരുതി സമാധാനിച്ചോളാം ഞാൻ. പോരെ? ഇവളിങ്ങനെ ഉള്ളിടത്തോളം കാലം നമ്മൾ ആഗ്രഹിച്ചൊന്നും നടക്കാൻ പോകത്തില്ല ഏട്ടാ. ഇനിയിപ്പൊ എന്താ ഒരു വഴി? വല്ല വിഷവും കൊടുത്തങ്ങ് കൊന്നു കളഞ്ഞാലോ? ഒന്നും വേണ്ട. എന്താ വേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചോളാം ഏട്ടാ. എനിക്കറിയാം. ഏട്ടനൊന്ന് കൂടെ നിന്ന് തന്നാ മതി.
അനി ഇറങ്ങാണോ? അതെ സാറേ. ഇനി എന്തിനാ ഞാനിവിടെ? സാറിനുള്ള ഫുഡ് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പൊ പോയാൽ നേരത്തെ വീട്ടിലെത്തായിരുന്നു. മാനസ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി വരുമ്പോ ഞാൻ വന്നോളാം. സാറിനിപ്പോ ചായ മറ്റോ വേണമെങ്കിൽ. വേണ്ട, അനി നിക്ക്. സാറേ, എനിക്ക് തരാൻ പണം എടുക്കുവാനാണെങ്കിൽ എനിക്കിതിപ്പോ വേണ്ട സാറേ. കയ്യിലിരുന്നാൽ ചിലവായി പോയാലോ. അത്യാവശ്യം വരുമ്പോ ഞാൻ വന്ന് വാങ്ങിച്ചോളാം. ഞാൻ മാനസയുടെ അടുത്ത് കയറിയിട്ടേ പോവുള്ളൂ. എന്തെങ്കിലും പറയണമെങ്കിലോ മറ്റോ. എത്രമാത്രം വേദനിപ്പിച്ചു നമ്മളവനെ. ഒരു മഹാപരാധമായി പോയല്ലോ മോളെ നമ്മൾ ഹരിയോട് കാണിച്ചത്. ഒരിക്കൽ അവമാനിതനായി നിറകണ്ണുകളോടെ ഈ പടി ഇറങ്ങിപ്പോകുന്ന ഹരിയുടെ രൂപം അച്ഛൻ്റെ മനസ്സിലിരുന്ന് പൊള്ളുക. നിന്നോടുള്ള അന്ധമായ സ്നേഹം എന്നെ കൊണ്ട് ആ മഹാപാപം ചെയ്യിച്ചത്. പക്ഷേ സത്യമെന്തായിരുന്നു എന്ന് നിന്നോട് അവനെ പറയാമായിരുന്നു. ഇനിയിപ്പോ എന്താ, സംഭവിക്കേണ്ടതെല്ലാം സംഭവിച്ചു. തെറ്റ് ചെയ്താൽ അതിന് ക്ഷമ ചോദിക്കണം. ക്ഷമിക്കേണ്ടതും പൊറുക്കേണ്ടതെല്ലാം ഹരിയാണ്. അവൻ അതിന് കഴിയും, അല്ലെങ്കിൽ അവനെ അതിന് കഴിയൂ. നന്മയുള്ളവനവൻ. സ്വന്തം കൂടപ്പുറപ്പിനു വേണ്ടി ജീവിതം പോലും ഉപേക്ഷിക്കാൻ തയ്യാറായവനാ ഹരി. ഇങ്ങനെ ഒരാൾ ഇക്കാലത്ത് അവനല്ലാതെ മറ്റാരും ഉണ്ടാവില്ല. സ്വത്തിനു വേണ്ടി കൂടപ്പുറപ്പുകൾ പരസ്പരം പോരടിക്കുന്ന കാലമായത്. ഇനി വൈകണ്ട, നീ ചെല്ലണം ഹരിയുടെ അടുത്ത്. അവൻ ആർക്ക് വേണ്ടിയാണോ സ്വന്തം ജീവിതം പോലും ഉപേക്ഷിക്കാൻ തയ്യാറായത്. ആ അനിയത്തി ഇന്ന് വേദനകളുടെ ലോകത്താ. സഹിക്കാനാവുന്നുണ്ടാവില്ല ഹരിക്ക്. മോളെ, ഇപ്പോഴാ ഒരാശ്വാസമായി നീ അവനൊപ്പം ഉണ്ടാവേണ്ടത്. അവൻ തകർന്നു പോകാതെ കാത്തുരക്ഷിക്കാൻ എൻ്റെ മോൾക്ക് കഴിയണം. ശപിച്ച നാവ് കൊണ്ട് അവൻ്റെ നന്മയ്ക്കായി പ്രാർത്ഥിക്കണം. ഇനിയുള്ള കാലം മുഴുവൻ അവൻ്റെ നിഴല് പറ്റി അവന് വേണ്ടി മാത്രം എൻ്റെ മോൾ ജീവിക്കണം. ഹരിയെ സ്നേഹിച്ചും പരിചരിച്ചും ചെയ്തു പോയ തെറ്റിന് ഈ ജന്മം കൊണ്ട് നീ പ്രായശ്ചിത്തം ചെയ്യണം. നിനക്കതിന് കഴിയണം. കഴിയും. എൻ്റെ മോൾ അത്രയ്ക്ക് ഭാഗ്യദോഷിയല്ല. ആയിരുന്നെങ്കിൽ കൂട്ടിച്ചേർക്കാനാവാത്ത അകലത്തിലേക്ക് നീയും ഹരിയും പോകുമായിരുന്നെ. എന്തായി? എന്ത്? മോളുടെ കാര്യം. എന്ത് തീരുമാനം എടുത്തു അച്ഛനും മോളും കൂടി? എന്ത് തീരുമാനം എടുക്കാൻ? ദേ, വീണ്ടും കേട്ടതൊക്കെ വിശ്വസിച്ച്
ഹരിശങ്കറിന്റെ കൂടെ ഗൗരി അയക്കാനാ? ഞാൻ സമ്മതിക്കില്ല. അവൻ എത്ര ഡീസന്റ് ആണെന്ന് പറഞ്ഞാലും ശരി. പിന്നെ ഗൗരി വേറെന്ത് ചെയ്യണം നീ പറ. അവനോടൊപ്പം ഇനി എന്തായാലും ഗൗരി ജീവിക്കണ്ട. ഇവിടെ നിന്ന് അവള് നരകിച്ചു പോയാലും ശരി. ഓ, അപ്പൊ സ്വന്തം മകള് ജീവിക്കണമെന്നല്ല, നിനക്ക് നിന്റെ വാശി ജയിക്കണം അല്ലേ? ഇത് വാശിയുടെ ശക്തിയുടെയും കാര്യമൊന്നും അല്ല. എനിക്ക് എന്റെ മോളുടെ ജീവിതം വലുത്. അത് നോക്കാൻ അവൾക്കറിയാം. നീ വെറുതെ ആദ്യം പിടിക്കണ്ട. ഇല്ല, ഞാൻ ഒന്നിനുമില്ല. ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കാം. സത്യം സത്യം എന്ന് പറഞ്ഞ് നിങ്ങൾ ഓരോ വാക്കൊടുത്ത് തല വെക്കണ്ട. ഹരിയെ മാന്യനാക്കി നിലനിർത്താൻ വേണ്ടി അവൻ സിദ്ധാർത്ഥനെ കൊണ്ട് പറയിപ്പിച്ചതാണെങ്കിലോ? ഓ, അത് ശരി. വീണ്ടും അബദ്ധം പറ്റി ഞാൻ പറഞ്ഞേക്കാം. അത് ഞാനും ഗൗരി അങ്ങ് സഹിച്ചോളാം. നീ വെറുതെ തല വെക്കണ്ട. ഓ, ഇവിടെ എന്റെ വാക്കിനൊരു വിലയില്ലല്ലോ. എടീ, വിവാഹം കഴിപ്പിച്ചയച്ച മകൾ ഭർത്താവുമായി തെറ്റിപ്പിരിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോ ഏറ്റവും വേദനിക്കേണ്ടത് ഒരു അമ്മയുടെ മനസ്സാണ്. എന്നാൽ നിന്നെ പോലെ ചില അമ്മമാരുണ്ട്, പെൺമക്കള് സുഖമായിട്ട് ജീവിക്കുന്നത് കണ്ടാൽ സഹിക്കുകയല്ല. അവരെന്തെങ്കിലും കൊരട്ട് കാണിക്കും പെൺമക്കളെ തന്റെ കൂടെ തന്നെ നിർത്താൻ. ഓ, ഞാനൊന്നും പറയുന്നില്ലേ. നല്ല കാര്യം. ആ പിന്നെ ഇനി എന്താ വേണ്ടതെന്ന് ഗൗരി തീരുമാനിച്ചോളൂ. എന്തേ? സിദ്ധു, എടുത്ത് കണ്ടോ അവിടെ? സിദ്ധു, ഒക്കെ വിധിയാ. ഒക്കെ ശരിയാവും അല്ലേ? ശരിയാവും. ശരിയാവട്ടെ. അപ്പൊ മോള് അവിടെ സ്കൂളിൽ പോയിട്ടുണ്ടോ? ഇന്ന് വിട്ടില്ല. അവിടെ ഒന്ന് കൊണ്ടുവരായിരുന്നില്ല അടുത്തേക്ക്? എനിക്ക് ഒരു കൂട്ടായനെ. പെൺകുഞ്ഞു വേണമെന്നായിരുന്നു മാനസയ്ക്ക്. അത് അവളെപ്പോഴും പറയായിരുന്നു. കണ്ണെഴുതിച്ചും പൊട്ട് തൊടിച്ചും ഉടുപ്പുകൾ മാറ്റി മാറ്റി ഇടിക്കുന്നൊക്കെ പറഞ്ഞ്. എടുത്തി, ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട കുഞ്ഞ് ആണോ പെണ്ണോന്നറിയാൻ അതൊന്നും പറഞ്ഞു തരാനാവോ നിങ്ങളുടെ മെഡിക്കൽ സയൻസിന്? വെറുതെ ആരുടെ പ്രാർത്ഥനയാ ഫലിച്ചതെന്ന് വെറുതെ ഒന്ന് അറിയാനാ. ഹരിയേട്ടനെ ചെന്നൊന്ന് കാണണോ എടുത്തി? മാനസയ്ക്ക് സംഭവിച്ചത് ഹരിയേട്ടൻ കാരണമാണെന്നാ ആ പാവം വിശ്വസിച്ചിരിക്കുന്നത്. എല്ലാ കുറ്റവും സ്വയം തലയിലേറ്റി തനിച്ചിരുന്നൊരുക ഹരിയേട്ടൻ. എടുത്തി ചെല്ലണം. സ്വയം എരിഞ്ഞു തീരും മുമ്പ് കാത്തുപിടിക്കണം ആ മനസ്സ്.
ഇവിടേക്ക് വന്നിട്ടില്ലേ പിന്നെ? വരും. ഒന്നും ആരോടും പറയാതെ ആരുടെയും കണ്ണിപ്പെടാത്ത പോലെ എവിടെയെങ്കിലും ചെന്ന് കുറെ നേരം മാറി നിൽക്കും. പിന്നെ എപ്പോഴും പോവും. സത്യത്തിൽ എന്താണ് സംഭവിച്ചത്? അതൊന്നും ഇനി പറയാനോ അറിയാനോ നിൽക്കേണ്ട അടുത്തി. ഇനിയിപ്പോ അതന്വേഷിച്ചിട്ടും കാര്യമില്ലല്ലോ. എന്തായാലും ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട്, ഗൗരിയെടുത്ത് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. ഞാനങ്ങ് പേടിച്ചു പോയി. എന്ത് പണിയായി കാണിച്ചേ? ഇങ്ങനെയൊക്കെയാണ് മുത്തേ റൊമാൻസ്. നേരെ ചൊവ്വേ റൊമാൻസ് കാണിച്ച് കൊതി തീരുന്നതിന് മുമ്പേ നിന്നെ പൊക്കി ഇവിടെ കൊണ്ടിട്ടില്ലേ നിന്റെ അമ്മ? നന്നായി പോയി. എന്നിട്ട് ഒഴിഞ്ഞു പോകുന്നില്ലല്ലോ. ഞാനോ ഒഴിയാനോ? അതെ, അങ്ങ് ചെത്തിമറ്റത്തെ ചെമ്പരത്തി ചോടിച്ചെന്ന് പറഞ്ഞാ മതി. ഞാൻ നിന്നെയും കൊണ്ടേ പോവും. അതിനിപ്പോ എന്ത് അഭ്യാസം കാണിക്കാനും റെഡിയാ ഞാൻ. അഭ്യാസം കാണിക്കാനാണോ ഇങ്ങോട്ട് വന്നേ? എന്നും പറയാം. നമ്മുടെ സീതാലക്ഷ്മി അമ്മ കുറച്ച് കാശ് തന്ന് സഹായിക്കാന്ന് പറഞ്ഞു. ഒരപണി നടക്കാണേ. നിന്നെ കെട്ടി കേറ്റേണ്ടല്ലേ? മാഡം വന്നില്ലേ ഇങ്ങട്? അമ്മയും അങ്കിളും കൂടെ ബാങ്കിൽ പോയിരിക്കുക. കാശ് എടുക്കാനാവും. ഞാൻ വെയിറ്റ് ചെയ്യാം. വേണ്ട, ഇയാളൊന്ന് പോയി തന്നാ മതി. അമ്മ വരുമ്പോ ഞാൻ വിളിക്കാം. വേണ്ട, അതൊക്കെ എന്റെ ഗീതുമോൾക്കൊരു ബുദ്ധിമുട്ടാവും. അമ്മ മാഡം വരുന്നത് വരെ നമുക്ക് റൊമാൻറ്റിക് ആവാം. വാ ഗീതു. കരിയിലകൾ പോലും ഉണങ്ങിക്കരിഞ്ഞു കിടക്കുന്ന പെരുവഴിയിടങ്ങളിലും മരുപ്പച്ച മുളയ്ക്കാത്ത മരുഭൂമികളിൽ പോലും പ്രണയം തളിരിടുന്നു. പൂവിട്ട് സുഗന്ധം പടർത്തുന്നു. എന്താ ഈ കാണിക്കുന്നേ? അടുക്കള അമ്മായിയുണ്ട്. ഏതമ്മായി? വേണുന്റെ അമ്മ. പോവാൻ പറ. നീ ഇവിടെ നിക്കെന്റെ മോളെ. വിട് മനു. നീ എന്താ ഈ കാണിച്ചേ? എന്റെ കുഞ്ഞിന്റെ ദേഹത്ത് കൈവയ്ക്കാൻ ആരാ നിനക്ക് അധികാരം തന്നത്? പറയടി, നീ എന്തിനാ എന്റെ മോളെ അടിച്ചെന്ന്? ചോദിച്ചത് കേട്ടില്ലേടി? നീ എന്തിനാ ഗീതുമോളെ അടിച്ചതെന്ന് ചോദിച്ചു നോക്ക് ഇവളോട്. മോളെ കുറച്ചുകൂടി അന്തസ്സായിട്ട് വളർത്തണം. ഇല്ലെങ്കിൽ എടി അസത്തെ, എന്താ ഇവിടെ? അമ്പിയയ്ക്ക് നേരെ കൈ ഉയർത്താൻ മാത്രം ഇവൾ എന്ത് തെറ്റാ നിന്നോട് ചെയ്തത്? ഓ, അവൾക്കപ്പോഴും അമ്പിയക്ക് നേരെ കൈപൊക്കിയതിനാ വിഷമം. അമ്പിയ ഗീതുമോളെ തല്ലിയതിനല്ല. എന്താ ഏട്ടത്തി, ഇവൾക്ക് തല്ലിക്കൊല്ലാനാണോ ഞാൻ എന്റെ മോളെ വളർത്തി വലുതാക്കിയത്? ഇവക്കെന്താ എന്റെ കുഞ്ഞിനെ കൈവയ്ക്കാനുള്ള അധികാരം? ചോദിക്കങ്ങോട്ട്. അംബികെ, നീ അങ്ങനെ ചെയ്തോ? എന്തിനാ നീ അവളെ അടിച്ചത്? സമാധാനം പറയടി. നീ എന്തിനാ ഗീതുമോളെ അടിച്ചത്? നിൽക്കല്ലേ ഗീതുമോള്, ചോദിച്ചു നോക്ക്, അവള് പറയട്ടെ. ഗീതു, എന്താ ഉണ്ടായത്? ഇയാൾക്കെന്താ ഇവിടെ കാര്യം? അത് ഞാൻ ഒന്ന് കാണാൻ വന്നത്.
ആരെ കാണാൻ? അത് പിന്നെ അംബികയെ കാണാൻ. ആണോടാ? നീ അംബികയെ കാണാമെന്നാണോ? നീ എന്താ പറഞ്ഞേ? ഞാൻ പറഞ്ഞ സത്യല്ലേ? ഞാൻ ദാ ഈ വാരിക എടുക്കാൻ വന്നതാ അമ്മേ. അപ്പൊ അയാളും ഇവളും കൂടെ കെട്ടിപ്പിടിച്ച് നിൽക്കുമായിരുന്നു. അത് ചോദ്യം ചെയ്തേനാ എന്നെ ഇവൾ അടിച്ചത്. ദേ എല്ലാം വേണു കണ്ടോണ്ടിരിക്കുവായിരുന്നു. തൊട്ടുപോരെ നീ. കുടുംബത്തിന്റെ മാനം കളയാമെന്ന മാരണമേ, ചവിട്ടി കൊല്ലും ഞാൻ. എന്താടി നിന്റെ നാവിറങ്ങിപ്പോയോ? പുന്നാര മോളല്ലേ? ഇപ്പൊ കണ്ടില്ലേ തനികോണം? എന്തിനാടി നീയൊക്കെ ഇനി മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാനായിട്ട് ഈ ഭൂമിയിലെ പോയി ചത്ത് തൊഴഞ്ഞൂടെ നിനക്ക്? എനിക്ക് തൊലി ഉരിഞ്ഞു പോവാ. ഇങ്ങനെയുണ്ടോ പെണ്ണുങ്ങള്? നാണം കെട്ട വർഗം. ഇവളുടെ മുഖത്തോട്ടം നോക്കി നിൽക്കാതെ കൊണ്ടുപോയി മടി കിടത്തി പാലും പഞ്ചാമൃതവും കോരി കൊടുക്കണി. നിന്റെ ഈ പുന്നാര മോക്ക് ഇവിടെയല്ല ആദ്യം ചവിട്ടേണ്ടത്, പിന്നെയാ. ഒരു തള്ളയും മോളും ശവങ്ങള്. നീ കാത്തു വച്ചോടി. എന്റെ കുഞ്ഞിന്റെ മുഖത്ത് നിന്റെ കൈ പതിഞ്ഞതിന് നീ അനുഭവിക്കും. അനുഭവിപ്പിക്കും ഞാൻ. വാ മോളെ. കരയരുത്. നിന്റെ കണ്ണീരിവിടെ വീഴ്ത്തരുതെന്ന് പറഞ്ഞ നിന്നെ അമ്മ ഈ പടി ചവിട്ടിച്ചത് മറന്നു നീ അത്? എനിക്കറിയാം നിന്നെ. ആരെന്തൊക്കെ പറഞ്ഞാലും സത്യം എന്താണെന്ന് നീ പറയാതെ തന്നെ ഈ അമ്മയ്ക്കറിയാം. തോറ്റുപോകരുത് നീ. വന്നു. മുത്തശ്ശന്റെ കൂടെ കിടപ്പെന്ന് പറഞ്ഞ് ചാടി തുള്ളി പോയിട്ട് എന്തെങ്കിലും പോന്നേ? മുത്തശ്ശൻ കഥ പറഞ്ഞില്ലേ? കഥയൊക്കെ പറഞ്ഞു. എന്നാലേ കഥയൊക്കെ പറഞ്ഞ് പകുതി ആയപ്പോഴേക്കും മുത്തച്ഛൻ കൂർക്കം വലിച്ച് ഉറങ്ങിപ്പോയി. ഞാൻ പറഞ്ഞല്ലേടി കോതേ, മുത്തശ്ശൻ ട്രാവൽ ചെയ്ത് ആകെ ടയേർഡാണെന്ന്. അപ്പൊ നിനക്കായിരുന്നല്ലോ ഭയങ്കര വാശി. ഞാൻ വാശി കാണിച്ചാൽ എന്താ കുഴപ്പം? എന്റെ മുത്തച്ഛൻ വലിയ പൊളിറ്റിക്സാ. പൊളിറ്റിക്സ് അല്ലടി കഴുതേ, പൊളിറ്റീഷ്യൻ. അതെ, പൊളിറ്റീഷ്യൻ. എന്റെ അച്ഛനാണെങ്കിലോ ഒരു SP ഹരിശങ്കർ. പിന്നെന്താ അപ്പുമോൾക്ക് വാശി കാണിച്ചാ? ആഹാ, നീ വലിയ ആളാ, ഞാൻ സമ്മതിച്ചു. ഇപ്പോ എന്റെ പൊന്നു മോളൊന്ന് കിടന്ന് ഉറങ്ങാൻ നോക്ക്.
അതെ, ഞാനൊരു കൂട്ടം അറിഞ്ഞല്ലോ. എന്താന്ന് ചോദിക്കേ. ശരി, എന്താ? അമ്മേരെയും പപ്പേരെയും പിണക്കം മാറിയില്ലേ? ആര് പറഞ്ഞു? എന്റെ കണക്കൊന്നും മാറിയില്ല. നുണ പറയല്ലേ, മുത്തച്ഛൻ പറഞ്ഞല്ലോ. എന്തു പറഞ്ഞു? എനിക്കറിയാം. നമ്മളെ പപ്പായ്ക്കൊപ്പം കൂടാൻ പോവാ നമ്മുടെ ആ വീട്ടില്. ഞാനില്ല. പിന്നെ അമ്മയും വരും. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ പപ്പ പാവാണെന്ന്. ഈ അമ്മയാ വെറുതെ വഴക്കുണ്ടാക്കിയത്. അയ്യോ, ഞാൻ വെറുതെ പറഞ്ഞതാ. സോറി. അമ്മയും പാവാട്ടോ. അമ്മേ, നമ്മുടെ മനുഷ്യറ്റിക്ക് എന്താ പറ്റിയേ? മുത്തശ്ശി മുത്തച്ഛനോട് പറഞ്ഞല്ലോ മനുച്ചിറ്റയുടെ വയറ്റിലുണ്ടായിരുന്ന കുഞ്ഞുവാവ മരിച്ചുപോയെന്ന്. ഞാൻ പറഞ്ഞിട്ടുണ്ട് നിന്നോട്, മുതിർന്നവർ സംസാരിക്കുന്നിടത്തൊന്നും പോയി കേൾക്കരുതെന്ന്. മനുച്ചിറ്റയും പാവാ. എന്തൊരു സങ്കടമായിരിക്കുമല്ലേ അമ്മേ. അപ്പമോളൊന്നും ഓർക്കണ്ട കേട്ടോ. വാക്കടത്ത്. അമ്മേ, മനുച്ചിറ്റ കരയാണോ? മോള് പ്രാർത്ഥിച്ചിട്ട് കിടക്ക. കിടന്നു. എന്തെങ്ങനെ നോക്കുന്നേ? എന്താ വേണു ഏട്ടാ? എന്തിനാ കരയുന്നേ? ഒന്നും ഓർത്ത് വിഷമിക്കണ്ട, ഒക്കെ ഭേദാവും. പ്രാർത്ഥിക്കുന്നില്ലേ നമ്മള്? ഇപ്പൊ നമ്മുടെ മോള് പോലും വേണുവേട്ടന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്നാ ഡോക്ടർ പറഞ്ഞത്. അതുപോരെ വേണുവേട്ടാ, ഒക്കെ സുഖാവും. പഴയ ആരോഗ്യത്തോടെ വേണുവേട്ടൻ തിരിച്ചു വരും. വേണുവേട്ടന് ചുറ്റും പഴയ സ്നേഹിതന്മാരും ബന്ധുജനങ്ങളും വന്നു ചേരും. അതുവരെ ഞാനിവിടെ ഉണ്ടാവോ അല്ലേ വേണുവേട്ടാ? എനിക്ക് മനസ്സിലാവുന്നുണ്ട്. സാരമില്ല, ആരൊക്കെ എന്നെ ഇവിടുന്ന് ഇറക്കി വിട്ടാലും ഈ മനസ്സിൽ നിന്ന് മാത്രം എന്നെ ഇറക്കി വിടല്ലേ വേണുവേട്ട. എപ്പോഴെങ്കിലും എന്നെ ഒന്ന് ഓർത്താ മതി. എനിക്ക് വല്ലപ്പോഴും ദൂരെ നിന്നെങ്കിലും ഒന്ന് കണ്ടാ മതി. എന്തൊരു ജീവിത നമ്മുടെ. ഒരിക്കൽ ഒരുപാട് നമ്മൾ സ്നേഹിച്ചു. പക്ഷെ ഒരു മഴ പെയ്ത് തോരും പോലെ ആ സ്നേഹം മാഞ്ഞു പോയി. പിന്നെ വെറുപ്പായി, ദേഷ്യമായി, പരസ്പരം മരിച്ചും കൊന്നും തീരണോന്നായി. എന്നിട്ടോ ഒരു താലിച്ചരടിന്റെ മാത്രം ബലത്തിൽ സ്വന്തമായി എന്ന് പോലും പറയാനാവാത്തൊരു ജീവിതകാലം. എല്ലാവരുടെ മുന്നിൽ ഒരു വെറുപ്പായി, ശാപമായി, ശല്യമായി മാറിയ ജീവിതം. ഗോപുമോൾക്കൊരച്ഛൻ, അത് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിരുന്നുള്ളൂ. അവക്ക് വേണ്ടി മാത്രം ഞാൻ എല്ലാം സഹിച്ചത്. പക്ഷെ ഒടുവിൽ നമ്മുടെ മോളെ പോലും നഷ്ടപ്പെടുന്ന അവസ്ഥയിൽ ഈ ജന്മം അവസാനിപ്പിക്കാൻ ഇറങ്ങി തിരിച്ചതാ ഞാൻ. നിങ്ങൾ എപ്പോഴാ വേണുവേട്ട എന്നെ സ്നേഹിച്ചു തുടങ്ങിയത്?
എനിക്ക് മനസ്സിലാവുന്നില്ല അത്. നിങ്ങൾ എപ്പോഴെങ്കിലും നമ്മുടെ മോളെ സ്നേഹിച്ചിട്ടുണ്ടോ? അവളൊന്ന് അച്ഛാന്ന് വിളിച്ച് കേൾക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ടോ? ഇനി ഒരു വട്ടം കൂടി ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്ന പിന്നെ തിരികെ വരാൻ ഞാൻ ഉണ്ടാവില്ല വേണുവേട്ട. എന്നെ വിട്ടുകളയില്ലേ? ഒന്ന് ജീവിക്കാനുള്ള കൊതിയായിട്ട്. മനസ്സേ, മനസ്സേ അരുത്. മോളെ, മോളെ, മോളെ അരുത്. നിക്ക് മനസ്സേ. ഹരിയേട്ടനാ വിളിക്കുന്നേ. മോളെ നിക്ക്. മാനസേ, മാനസേ. ഒന്ന് വിളിച്ചിട്ട് വന്നാ മതിയായിരുന്നു. ഇതെന്താ ആരും വാതിൽ തുറക്കാത്തെ? തുറന്നു.